എന്താണോ നിങ്ങൾ ഭക്ഷിക്കുന്നത് അതാണ് നിങ്ങൾ എന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ കുടലും മസ്തിഷ്കാരോഗ്യവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ആഹാരത്തിൽ നിന്നും കുടൽ ബാക്ടീരിയയുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ഇൻഡോൾ എന്ന ഒരു മോളിക്യൂളിൻ്റെ പ്രവർത്തനമാണ് മസ്തിഷ്ക കോശങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് എന്ന് ഒരു അന്തർദേശീയ ഗവേഷക സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പഠനത്തെയും ഓർമ്മയെയും ഊർജിതമാക്കുന്നതിന് സഹായിക്കുന്ന മോളിക്യൂളാണ് ഇൻഡോൾ. ബാക്ടീരിയയുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ഇൻഡോൾ എന്ന മോളിക്യൂളിന് കോശങ്ങളുടെ കേടുപാടുകൾ തീർക്കാനും ചർമ്മം, കരൾ എന്നിവയെ സംരക്ഷിക്കാനുമുള്ള കഴിവുണ്ട്. ക്രോൺസ് ഡിസീസ്, അൾഷിമേഴ്സ് ഡിസീസ് എന്നിവയെ ശമിപ്പിക്കാനും ഇതിന് കഴിയും. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നിറയെ ബാക്ടീരിയകളുണ്ട്. ട്രിപ്റ്റോഫാൻ എന്നത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായൊരു അമിനോ ആസിഡാണ്. സെറോട്ടോണിൻ, മെലാറ്റോണിൻ എന്നീ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഇത്. പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണങ്ങളിൽ നിന്നാണ് ഈ അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കുടൽ ബാക്ടീരിയകൾ ഈ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിനെ ഇൻഡോൾ എന്ന മോളിക്യൂളാക്കി മാറ്റുന്നു. ഇൻഡോളിൻ്റെ പ്രവർത്തനം രോഗാണുക്കൾ രക്തധാരയിലേക്ക് കടക്കുന്നതിനെ തടയുന്നു. ഈ ഇൻഡോൾ എന്ന ഘടകം മൂത്രത്തിലും എത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ചെറിയ അളവിലേ ഉള്ളൂ എന്ന് മാത്രം. ഇൻഡോൾ കരളിലെത്തുമ്പോൾ ഇൻഡോക്സൈൽ സൾഫേറ്റ് എന്ന ഘടകമായി മാറുന്നു. അതും മൂത്രത്തിൽ എത്തുന്നുണ്ട്. കുടൽ സംബന്ധമായ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു ബയോ മാർക്കർ ആയി ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 1866 തന്നെ ഇൻഡോൾ എന്ന മോളിക്യൂൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അഡോൾഫ് വോൺ ബെയർ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണിത് കണ്ടുപിടിച്ചത്. എന്നാൽ ഇൻഡോളും തലച്ചോറും തമ്മിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചുള്ള കണ്ടെത്തൽ 1969 കാലത്താണ് നടന്നത്. മെറിലി മോർഗനും ആർണോൾഡ് ജെ മാൻഡലും ചേർന്നുള്ള പരീക്ഷണത്തിലൂടെയാണ് 1969 തലച്ചോറിലെ പീനിയൽ ഗ്ലാൻഡിലും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലും ഇൻഡോളുമായി ബന്ധപ്പെട്ട ഇൻഡോൾ എത്തിലാമിൻ എന്ന എൻസൈം കണ്ടെത്തിയത്. നന്ദി.